Boche Gold and Diamonds. Buy now, pay later. പൊതു ഇടങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെയുള്ള നടപടി ശക്തമാക്കാൻ സ്പോട്ട് ഫൈൻ ഈടാക്കാൻ ഉത്തരവിറക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഷൊർണൂർ നഗരസഭ മാലിന്യം മുക്ത നഗരസഭാ പ്രഖ്യാപനവും മാലിന്യ സംസ്കരണ പഠന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതാ ഞാൻ പറഞ്ഞ ശീലത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർ, കോട്ടയത്തെ പരിപാടിക്ക് പോയപ്പോൾ ഒരു സെക്രട്ടറി ഇതേപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബൊക്കെയായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് ഇതിനെ നടപടി എടുക്കേണ്ടതാണ്. കാരണം തദ്ദേശ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്ക് തന്നെ ബോധമില്ല. ഇപ്പം നടപടി എടുക്കേണ്ടതാണ്. ഒരു ഉത്തരവ് നമ്മൾ ഇറക്കാൻ പോകുന്നുണ്ട്, സ്പോട്ട് ഫൈൻ. ഇനി ഈ പ്ലാസ്റ്റിക് പൊതുചടങ്ങിൽ ഉപയോഗിച്ചാൽ സ്പോട്ട് ഫൈൻ ചുമത്താനുള്ള ഉത്തരവ് ഇറക്കാൻ പോവുകയാണ്. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ജനപ്രതിനിധികൾ ഇടപെടരുത്. വലിയ തുക പിഴ ഈടാക്കിയാൽ തുടർന്ന് ഇത്തരം പ്രവർത്തികൾ ചെയ്യില്ലെന്നും മന്ത്രി പറഞ്ഞു. അപ്പം നമ്മളാരും ഇപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. കൗൺസിലർമാർക്കാണ് കുറച്ച് ഒരു ഇടയിളക്കം ഉണ്ടാവും. കാരണം ഫൈൻ ഇട്ടാൽ നേരെ അവരെയാണല്ലോ ഓടി വരിക. അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ അടുത്തേക്ക് വരും, ഒന്ന് വിളിച്ച് പറയണമെന്ന് പറയും, സെക്രട്ടറിയോട് പറയണമെന്ന് പറയും. ഞാൻ എല്ലാ യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്, കൗൺസിലർമാർക്ക് ചിലപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. സെക്രട്ടറിക്ക് ആ കാര്യം കേൾക്കേണ്ട കാര്യമില്ല. ആ കാര്യം ഈ ഫൈനിൻ്റെ കാര്യത്തിൽ അത് കേൾക്കേണ്ട കാര്യമില്ല. ബാക്കി ന്യായമായ കാര്യമൊക്കെ കൗൺസിലർമാർ പറയുന്നത് കേൾക്കുകയും ചെയ്യണം. പക്ഷേ ഇതിൽ കേൾക്കേണ്ട കാര്യമില്ല. ഇപ്പം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ സംസ്ഥാനങ്ങൾക്ക് ഫൈൻ ഇടുന്നുണ്ട് മാലിന്യത്തിൻ്റെ ഒക്കെ പേരിൽ, അല്ലേ? മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയാൽ അപ്പോൾ സംസ്ഥാന സർക്കാർ ഇനി വീഴ്ച വരുത്തുന്ന തദ്ദേശ സ്ഥാപനത്തിന് ഫൈൻ ഇടേണ്ടി വരും. ആ ഫൈൻ തുക കഴിച്ചേ ഇനി വികസന ഫണ്ട് കൊടുക്കൂ എന്ന് തീരുമാനിക്കേണ്ടി വരും. സംസ്ഥാനത്തെ ആദ്യ മാലിന്യമുക്ത നഗരസഭയായാണ് ഷൊർണൂരിനെ പ്രഖ്യാപിച്ചത്. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ആരംഭിച്ച MCF ഫെസിലിറ്റേഷൻ സെന്റർ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ്, ഉപാധ്യക്ഷ P സിന്ധു, LSGD ജോയിന്റ് ഡയറക്ടർ MK ഉഷ, കില അർബൻ ചെയർമാൻ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്, ശുചിത്വ ജില്ലാ കോർഡിനേറ്റർ G വരുൺ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ K കൃഷ്ണകുമാർ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത സന്ദേശങ്ങളടങ്ങിയ സ്റ്റിക്കറുകളും ബസ്സിലും ഓട്ടോറിക്ഷകളിലും മന്ത്രി പതിച്ചു. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.